ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ RDNA ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത്. അതിൽ റെസ്ട്രിക്ഷൻ ആൻഡ് സയൻസും ക്ലോണിംഗ് വെക്ടേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ടൂളായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഹോസ്റ്റ് ഓർഗാനിസം ആണ്. എന്തിനാണ് നമുക്ക് ഹോസ്റ്റ് ഓർഗാനിസം വേണ്ടത്? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഒരു സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യണം അല്ലേ, ഫോർ ക്ലോണിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോസ്റ്റ് സെല്ലിനെ ഉപയോഗിക്കുക. സോ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ് നമ്മളൊരു വെക്ടറിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ് ഈസ് റീകോമ്പിനന്റ് DNA. ഇനി അതിനെ നമ്മൾ വെക്ടറിന്റെ ഹെൽപ്പോട് കൂടി എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതിന് നമുക്കൊരു ഹോസ്റ്റ് ഓർഗാനിസം വേണം അല്ലെ, അവിടെയാണ് ഈ ജീൻ ക്ലോണിങ് നടക്കുക. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ക്ലോണിങ് നടക്കുക എവിടെയാണ്? ഈ ഹോസ്റ്റ് സെല്ലിലാണ്. സോ വി നീഡ് എ ഹോസ്റ്റ് ഓർഗാനിസം. കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വി നീഡ് എ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോമ്പിനന്റ് DNA. ഞാൻ പറയാം എന്താണ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം റീകോമ്പിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഹോസ്റ്റ് സെല്ല് RDNA എടുത്തു കഴിഞ്ഞാൽ, ഫോറിൻ DNA എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽസ് എന്ന് വിളിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ത് ഡയഗ്രം ഞാൻ ട്രാൻസ്ഫോംഡ് സെൽസും നോൺ ട്രാൻസ്ഫോംഡ് സെൽസും റീകോമ്പിനന്റ് സെൽസും നോൺ റീകോമ്പിനന്റ് സെൽസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. ഓക്കെ, ട്രാൻസ്ഫോംഡ് സെൽസ് എന്ന് പറഞ്ഞാൽ സെൽസ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോമ്പീറ്റന്റ് ഹോസ്റ്റ് വേണം. Since DNA is hydrophilic molecule, it cannot pass through the cell membrane. DNA hydrophilic molecule ആണെന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആണ് അല്ലേ. സോ ഇറ്റ് cannot pass through the cell membrane of the host. സെല്ലിന്റെ മെംബ്രെയിനെ കൂടെ ഇതിന് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല അതിന്റെ റീസൺ നമുക്കറിയാം. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് അല്ലെ, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. എല്ലാ മോളിക്യൂൾസിനെയും അതിന്റെ ഇഷ്ടമനുസരിച്ച് പൊക്കെ കടന്നു വെക്കുമെന്ന് പറഞ്ഞാൽ കടത്തിവിടത്തില്ല. അത് സെലക്ട് ചെയ്തിട്ടേ കടത്തിവിടത്തുള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ. ലിപ്പിഡ് ബൈലെയർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ട്രക്ചർ അല്ലെ. ആ ലിപ്പിഡ് ബൈലെയറിൽ ഒരു ഹൈഡ്രോഫിലിക് എൻഡും ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഒക്കെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ അങ്ങനെ കുറെ റീസൺസ് ഉണ്ട്. ഈ DNA അങ്ങനെ ഈസി ആയിട്ട് സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അതായത് വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് DNA ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആണ്, വാട്ടർ ലവിങ് ആണ്. സോ ഇറ്റ് കനോട്ട് ഈസിലി പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് എ മോളിക്യൂൾ ഹാവിങ് ലാർജർ സൈസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് സെല്ലിന്റെ മെംബ്രെയിനെ കൂടി അതിന് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടക്കണം. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ സെല്ല് ഓൾറെഡി റെഡി അല്ല ഒരു ഫോറിൻ DNA വന്നോളൂ, അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സെല്ല് റെഡി അല്ല. ഓൾറെഡി നമ്മുടെ ഹോസ്റ്റ് സെല്ല്, നമ്മൾ സെലക്ട് ചെയ്ത ഹോസ്റ്റ് സെല്ല് റെഡി അല്ല. അപ്പൊ നമ്മൾ ആ സെല്ലിനെ എന്ത് ചെയ്യണം? റെഡി ആക്കണം ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. അതാണ് കോമ്പീറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോമ്പീറ്റന്റ് ഹോസ്റ്റ് വേണം അല്ലെ, ഹോസ്റ്റ് സെല്ല് വേണം. ആദ്യമേ ആ സെല്ല് കോമ്പീറ്റന്റ് അല്ല, പക്ഷെ നമ്മൾ അതിന് കോമ്പീറ്റൻസി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഫോഴ്സ് ദ ബാക്ടീരിയ ടു ടേക്ക് അപ്പ് ദ പ്ലാസ്മിഡ്. പ്ലാസ്മിഡിലാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലേ. ദ ബാക്ടീരിയൽ സെൽസ് മസ്റ്റ് ഫസ്റ്റ് ബി മെയ്ഡ് കോമ്പീറ്റന്റ് ടു ടേക്ക് അപ്പ് ദ DNA. നമുക്ക് കോമ്പീറ്റൻസി സെല്ലിന് കൊടുക്കണം അല്ലേ. ദിസ് ഈസ് ഡൺ ബൈ, എങ്ങനെയാണ് നമ്മൾ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കുക? ഫസ്റ്റ് വി ഹാവ് ടു ട്രീറ്റ് ദ സെൽ വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ. ദിസ് ഈസ് ഡൺ ബൈ ട്രീറ്റിംഗ് ദം വിത്ത് എ സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് എ ഡൈവാലന്റ് കാറ്റയോൺ. ഒരു ഡൈവാലന്റ് കാറ്റയോണുമായിട്ട് അത് ട്രീറ്റ് ചെയ്യുക, സച്ച് ആസ് കാൽഷ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിനെ എങ്ങനെയാണ് കോമ്പീറ്റന്റ് ആക്കുന്നത്? ഹോസ്റ്റ് സെല്ലിനെ ഫസ്റ്റ് വി ഹാവ് ടു ട്രീറ്റ് ദ സെൽ വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ സച്ച് ആസ് കാൽഷ്യം, which increases the efficiency with which DNA enters into the bacterium through the pores in its cell wall. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോറിൻ DNA പ്ലാസ്മിഡ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഈ ബാക്ടീരിയൽ സെൽ വോളിന്റെ പോസിലൂടെ അകത്തേക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് വേറെ കുറച്ച് കാര്യം കൂടെ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ റീകോമ്പിനന്റ് DNA can then be forced into such cells by incubating the cells with recombinant DNA on ice. ഇതിനെ ഫോളോ ചെയ്ത് നമ്മൾ ഈ സെൽസിനെ, ഇപ്പോൾ നമ്മുടെ റീകോമ്പിനന്റ് DNA സെൽ വോളിൽ കടന്ന് സെല്ലിനകത്തേക്ക് കടക്കാൻ റെഡി ആയിട്ട് ചെന്നിട്ടുണ്ടല്ലേ, സെൽ വോള് കടന്ന് ചെന്നിട്ടുണ്ട്. ഇനി ആ സെല്ല് വിത്ത് റീകോമ്പിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്യുബേറ്റ് ചെയ്യണം. വി ഹാവ് ടു ഇൻക്യുബേറ്റ് ദ സെൽസ് ഓൺ ഐസ്. സോ ഇൻക്യുബേഷൻ അടുത്ത പ്രോസസ്സ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ പ്ലേസിംഗ് ദം ബ്രീഫ്ലി അറ്റ് 40°C ഹീറ്റ് ഷോക്ക്. നമ്മൾ ഇനി ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കണം. ഇൻക്യുബേഷൻ നടത്തി അതിനുശേഷം ഹീറ്റ് ഷോക്ക് കൊടുക്കണം. മീൻസ് നമ്മൾ ഈ സെൽസിനെ ഇനി ഒരു 40°C വെക്കണം. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ
ഐസിലോട്ട് തിരിച്ചു വെക്കണം. ആൻഡ് ദെൻ പുട്ടിംഗ് ദം ബാക്ക് ഓൺ ഐസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൈവാലൻ കാറ്റയോൺ, കാൽഷ്യം പോലുള്ള ഡൈവാലൻ കാറ്റയോണുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം സെൽസിനെ ഇൻക്യുബേറ്റ് ചെയ്യണം. ഇൻക്യുബേറ്റ് ദ സെൽസ് ഓൺ ഐസ് ആൻഡ് ദെൻ ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ ഈ സെൽസിനെ 40 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നു. അഗെയിൻ വി ആർ പുട്ടിംഗ് ദി സെൽസ് ബാക്ക് ഓൺ ഐസ്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ സെല്ല് റെഡി ആകും ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. ദിസ് എനേബിൾസ് ദ ബാക്ടീരിയ ടു ടേക്ക് അപ്പ് ദ റീകോംബിനന്റ് DNA. നമ്മുടെ ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി ബാക്ടീരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബാക്ടീരിയ സെൽ എന്ന് കൊടുത്തേക്കുന്നത്. നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന എന്തിലേക്കാണ്? ഒരു ബാക്ടീരിയൽ സെല്ലിലേക്കാണ്. അത് ഈക്കോലി ആയിരിക്കും എന്ന്, മിക്കവാറും ഈക്കോലി ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഈക്കോലി മാത്രമല്ല വേറെയും സെൽസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈക്കോലിയുടെ കാര്യം നിങ്ങൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, യെസ്. ഇത് ഒരു മെത്തേഡ് ഓഫ് ഇൻസേർട്ടിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഇനി ഇതല്ലാതെ വേറെയും ചില മെത്തേഡ്സ് ഉണ്ട്, വേറെയും വഴികളുണ്ട്. വേറെയും വഴികൾ കൂടി നമുക്ക് ചെയ്യാം. അതിൽ കുറച്ച് വഴികൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ, മറ്റൊരു മെത്തേഡ് ഓഫ് ഇൻസേർട്ടിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. അടുത്തത് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് യൂസ് ഡിസാംഡ് പത്തോജൻ. ഓരോന്ന് നോക്കാം. മൈക്രോ ഇഞ്ചക്ഷൻ ആണ് നമ്മൾ ആനിമൽ സെല്ലിലേക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. വി ആർ ഇൻസേർട്ടിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ആനിമൽ സെൽ യൂസിങ് ദിസ് മെത്തേഡ്, മൈക്രോ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുക? In a method known as micro injection, the recombinant DNA is directly injected into the nucleus of an animal cell. Animal cell in the nucleus like directly നമ്മൾ recombinant DNA ഇൻജെക്ട് ചെയ്യുന്നു. That is micro injection. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡിൽ നമ്മൾ പ്ലാന്റ് സെല്ലിലാണ് നടത്തുക കേട്ടോ. ഈ ഒരു മെത്തേഡ് പ്ലാന്റ് സെല്ലിലേക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മെത്തേഡാണ്. സോ ഇവിടെ നമ്മൾ ഈ പ്ലാന്റ് സെല്ലിനെ ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ ഇവരുമായിട്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുന്നു, ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ സെൽസ് ആർ ബോംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഓക്കെ, ആൻഡ് ഈ മൈക്രോ പാർട്ടിക്കിൾസിൽ നമ്മൾ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റീകോംബിനന്റ് DNA കോട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ കോട്ടഡ് വിത്ത് DNA. ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. മനസ്സിലായോ രണ്ടും? അടുത്ത ഒരു മെത്തേഡ് യൂസ് ഡിസാംഡ് പത്തോജൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. TA പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ്, റിട്രോവൈറസസ്. ഈ TA പ്ലാസ്മിഡ് പ്ലാന്റ് സെല്ലിൽ ഇൻഫെക്ഷ്യസ് ആണ് അല്ലേ, ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. അതുപോലെ റിട്രോവൈറസസ് ആനിമൽ സെല്ലിൽ ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പതോജനിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്, പതോജനിക് പ്രോപ്പർട്ടി കളഞ്ഞിട്ട് മീൻസ് അവരെ നമ്മൾ ഡിസാംഡ് പതോജനായിട്ട് യൂസ് ചെയ്യണം അല്ലേ, ഫോർ ട്രാൻസ്ഫറിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. മനസ്സിലായോ? അപ്പോൾ ഈ ഓർഗാനിസംസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും അല്ലേ, ടു ട്രാൻസ്ഫർ അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, which when allowed to infect the cell transfer the recombinant DNA into the host. മീൻസ് അവരുടെ പതോജനിക് പ്രോപ്പർട്ടി കളഞ്ഞിട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇത്രയും മെത്തേഡ്സ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. 3 മെത്തേഡ്സ്: മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ, then use disarmed pathogen. Now let us come to the main topic of this chapter, പ്രോസസ് ഓഫ് recombinant DNA ടെക്നോളജി. ഇതിന്റെ സ്റ്റെപ്സ് 7 സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഓരോ സ്റ്റെപ്പും പറഞ്ഞതാണ്. അതിൽ കുറേ സ്റ്റെപ്സിന് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഡീറ്റെയിലിംഗ് മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. സോ ഏതൊക്കെയാണ് സ്റ്റെപ്സ് ഓർക്കുന്നുണ്ടോ? ഐസൊലേഷൻ ഓഫ് DNA, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന DNA അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് നമുക്ക് വേണ്ടത് ഒരു പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക, ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ. ഒരു ജീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോട്ടീൻ ആയിരിക്കുമല്ലോ. ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻ അത് നമുക്ക് വേണം, പക്ഷെ അതിരിക്കുന്ന ഒരു DNA-യിലാണ്. അപ്പോൾ നമുക്ക് ആ DNA എടുക്കണം അല്ലേ. ഇനി ആ DNA ഇരിക്കുന്ന ഒരു സെല്ലിലാണ്. ആ സെല്ലെന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ സെല്ലാവാം, പ്ലാന്റ് സെല്ലാവാം, അല്ലെങ്കിൽ ആനിമൽ സെല്ലാവാം, ഏതെങ്കിലും ഒരു സെല്ലായിക്കോട്ടെ. അപ്പോൾ ആ സെല്ലിനകത്ത് ഫസ്റ്റ് നമ്മൾ DNA-നെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം അല്ലേ. നമുക്ക് ആ DNA മാത്രം വേണം, ബിക്കോസ് ആ DNA-യിലാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുക. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് DNA, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. നമ്മൾ പറഞ്ഞാണിത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചാണിത്. ആ ഐസൊലേറ്റ് ചെയ്തെടുത്ത DNA-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ഇൻ ടു പീസസ് അല്ലെ, ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. ബിക്കോസ് നമുക്ക് നമ്മുടെ ജീൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് മാത്രം മതി. ദ സെഗ്മെന്റ് ദാറ്റ് കോഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ, അത് മാത്രം നമുക്ക് മതി അല്ലേ. സോ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഇവിടെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാലിൻഡ്രോമിക് സീക്വൻസസും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന വിധം, സ്റ്റിക്കിയൻസ് ഫോം ചെയ്യുന്നതൊക്കെ ഓർക്കണേ. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് DNA-നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും അല്ലേ, യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. അത് നമ്മൾ പഠിച്ചു.
അല്ലെ? ഐസൊലേഷൻ ഓഫ് എ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയാണ് ചെയ്യുക. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഐസൊലേഷൻ ഓഫ് എ ഡിസൈഡ് ഫ്രാഗ്മെന്റ് ആഫ്റ്റർ കട്ടിങ് ദ DNA ഇൻടു ഫ്രാഗ്മെന്റ്സ്, നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? അപ്പൊ എത്തിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചതും ഇലക്ട്രോഫോറസിസ്, ജെൽ ഇലക്ട്രോഫോറസിന്റെ ജെല്ലിൽ നമ്മൾ എങ്ങനെയാണ് DNA ബാൻസിനെ കണ്ടത്, ഓറഞ്ച് കളേർഡ് ബാൻസ് ആയിട്ട് കണ്ടതും, പിന്നെ അതിനകത്ത് നമ്മൾ ജെല്ലിനെ കട്ട് ചെയ്തെടുക്കുന്നതും, എല്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. ലിഗേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ് ഇൻടു എ വെക്ടർ. അപ്പൊ നമ്മുടെ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്യും, ഒട്ടിക്കും. ദെൻ നൗ ഇറ്റ് ഈസ് റീകോമിനന്റ് DNA. അപ്പോൾ ഇത് സ്റ്റെപ്പാ? തേർഡ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് എ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ligation of the DNA fragment into a vector. Fifth step is transferring the recombinant DNA into the host. Recombinant DNA നമ്മൾ host cell-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Sixth step, culturing the host cells in a medium at large scale. നമുക്ക് host cells-നെ ഇനി കൾച്ചർ ചെയ്യണം അല്ലേ? ബിക്കോസ് ഒരു വ്യാവസായിക ആവശ്യത്തിനാണ് നമ്മൾ ഈ പ്രോട്ടീനെ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ലാർജ് മീഡിയം കൾച്ചർ വേണം അല്ലേ ഈ ഹോസ്റ്റ് സെൽസിന്റെ. ബിക്കോസ് അതിനകത്താണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ക്ലോണിങ് നടക്കുക. നമുക്ക് ആ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് എടുക്കണമെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കണം ഹോസ്റ്റ് സെൽസിന്റെ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഡിസൈഡ് പ്രോഡക്റ്റ്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ്, അത് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു, അതിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾക്കാണ് നമുക്കിനി ഡീറ്റെയിലിംഗ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തേക്കുന്നത് ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ ഒരു സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്? ശ്രദ്ധിച്ചു വെക്കുക. റിക്കോൾ ദാറ്റ് ന്യൂക്ലിക് ആസിഡ് ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഓൾ ഓർഗാനിസംസ് വിത്തൗട്ട് എക്സെപ്ഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ ഓർഗാനിസംസിന്റെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ? അത് DNA ആകാം അല്ലെങ്കിൽ RNA ആകാം. പക്ഷേ ഇൻ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് DNA ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. അത് നിങ്ങൾക്കറിയാം. In order to cut the DNA with restriction enzymes, it needs to be in pure form. നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് DNA കട്ട് ചെയ്തതിനെ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റണമെങ്കിൽ അത് പ്യുവർ ഫോമിൽ ഇരിക്കണം, DNA മാത്രമായിട്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ DNA എവിടെയാണ് ഇരിക്കുന്നത്? സെല്ലിനകത്ത്. സെല്ലിനകത്ത് എവിടെ ഇരിക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണോ? അല്ല, ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ DNA സറൗണ്ട് ചെയ്തിട്ട് DNA പ്രൊട്ടക്ട് ചെയ്തിട്ട് കുറെ മെംബ്രെയിൻസ് ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് സെൽ മെംബ്രെയിൻ, ഇനി സെൽ വോൾ ഉള്ള ഒരു സെല്ലാണെങ്കിൽ സെൽ വോൾ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ കടന്നു വേണം നമുക്ക് DNA അടുത്തേക്ക് എത്താൻ. അപ്പോൾ പ്രോപ്പറായിട്ട് ആ സെല്ലിനെ പൊട്ടിച്ച് അതിനകത്ത് DNA നമ്മൾ പുറത്തെടുക്കുമ്പോൾ ആ DNA പ്യുവർ ഫോമിലായിരിക്കും ഇരിക്കുക, DNA മാത്രമായിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെ ഇരിക്കുവോ? ഇല്ല. ആ ന്യൂക്ലിയസിനകത്ത് ആ DNA ഇരിക്കുന്ന പോർഷനിൽ മിക്കവാറും RNA ഉണ്ടാകും. ബിക്കോസ് അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് അല്ലേ? RNA ഉണ്ടാകാം, അതിൻ്റെ കൂടെ കുറെ പ്രോട്ടീൻസ് ഉണ്ടാകാം. DNA പ്രോട്ടീൻ മീൻസ് ഹിസ്റ്റോൺസ്. നിങ്ങൾ പഠിച്ചു DNA പ്രോട്ടീൻസ് അല്ലേ? DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്തിട്ടാണ് കടന്നത്. ഹിസ്റ്റോൺസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ലിപ്പിഡ്സ് ഉണ്ടാകാം. അങ്ങനെ കുറച്ച് അതർ മോളിക്യൂൾസ്, അൺവാണ്ടഡ് മോളിക്യൂൾസും DNA നമ്മൾ എടുക്കുമ്പം അതിന്റെ കൂട്ടത്തിലുണ്ടാകും. സോ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ DNA പ്യുവർ ഫോമിലാക്കണം. ആ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറയാം കേട്ടോ. Should be free from the other macromolecules. Since the DNA is enclosed with the membranes, we have to break the cell open to release DNA along with other macromolecules such as RNA, proteins, polysaccharides and also lipids. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് നമ്മൾ സെല്ലിനെ ബ്രേക്ക് ചെയ്ത് DNA പുറത്തെടുക്കുമ്പോൾ DNA കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണ്ടാത്ത മാക്രോമോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെല്ലിനെ ബ്രേക്ക് ചെയ്ത് DNA എടുക്കുക, ഐസൊലേറ്റ് എടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓരോ സെല്ലിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് എൻസൈംസുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ DNA എടുക്കുക. ബാക്ടീരിയൽ സെൽസ്, പ്ലാന്റ് ഓർ അനിമൽ ടിഷ്യൂ വിത്ത് എൻസൈം സച്ചാസ്. ഇപ്പോൾ ബാക്ടീരിയൽ സെൽസിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ചെയ്യേണ്ട ലൈസോസൈം എന്നുള്ള എൻസൈമിനാണ് യൂസ് ചെയ്യുക. ബിക്കോസ് നമുക്കറിയാം ബാക്ടീരിയയ്ക്ക് സെൽ വോൾ ഉണ്ടല്ലേ? ദാറ്റ് സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് ഈ ലൈസോസൈം. ഓക്കെ. ആൻഡ് പ്ലാന്റ് സെല്ലിനാണെങ്കിൽ, പ്ലാന്റ് സെല്ലിൽ നിന്നാണ് DNA നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒരു എൻസൈമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഏത് എൻസൈമാണ്? സെല്ലുലേസ്. ബിക്കോസ് വി നോ ദാറ്റ് പ്ലാന്റ് സെല്ലിൽ സെൽ വോൾ ഉണ്ട്. ആ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? സെല്ലുലോസ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ പൊട്ടിക്കാനുള്ള എൻസൈമാണ് സെല്ലുലേസ്. അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം. ഇനി ഫംഗസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി നോ ദാറ്റ് ഫംഗസിന്റെ സെൽ വോൾ അല്ലേ? ഫംഗസിനും സെൽ വോൾ ഉണ്ട്. അതിന്റെ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? കൈറ്റിൻ. അപ്പോൾ കൈറ്റിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് കൈറ്റിനേസ്. മനസ്സിലായോ? അപ്പോൾ ഓരോ സെല്ലിൽ നിന്നും, ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ അതിന്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ലൈസോസൈം,
പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിന്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈം സെല്ലുലേസ്, ഫംഗസ് ആണെങ്കിൽ അതിന്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈം കൈറ്റനീസ്. ഇത് ഉപയോഗിച്ച് നമ്മൾ സെൽ വോൾ അതിന്റെ മെംബ്രെയിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പൊട്ടിച്ചെടുക്കുക, ഡൈജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യു നോ ദാറ്റ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ലോങ് മോളിക്യൂൾസ് ഓഫ് DNA intertwined with proteins such as histones. ഞാൻ ഓൾറെഡി പറഞ്ഞത് DNA ഇങ്ങനെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്തിട്ടാണ് കടന്നു പോകുക. നിങ്ങൾ ന്യൂക്ലിയോസോംസ് ഒക്കെ പഠിച്ചില്ലേ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ. അപ്പൊ ഹിസ്റ്റോൺസ് ഒക്കെ ഉണ്ട്, ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസ് അല്ലേ. ദ RNA ക്യാൻ ബി റിമൂവ്ഡ് ബൈ, ഇനി ഈ DNA കൂട്ടത്തിൽ അൺവാണ്ടഡ് മാക്രോമോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ചിലപ്പോൾ DNA കൂടെ RNAs ഉണ്ടാവും. RNA നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ദ RNA ക്യാൻ ബി റിമൂവ്ഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് റൈബോന്യൂക്ലിയേസ്. ഇപ്പൊ പ്രോട്ടീൻസിനെ മാറ്റാനുള്ള എൻസൈം പ്രോട്ടിയേസ്. അങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് എന്തൊക്കെ മോളിക്യൂൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് എൻസൈംസ് ഉപയോഗിക്കാം. അതർ മോളിക്യൂൾസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് purified DNA ultimately precipitates out after the addition of chilled ethanol. അതൂടെ നമുക്ക് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്യൂരിഫൈഡ് DNA കിട്ടും. ദിസ് ക്യാൻ ബി സീൻ ആസ് കളക്ഷൻ ഓഫ് ഫൈൻ ത്രെഡ്സ് ഇൻ ദ സസ്പെൻഷൻ. ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഫൈൻ ത്രെഡ്സ് ആയിട്ട് നമുക്ക് DNA കാണാനായിട്ട് പറ്റും. പ്യൂരിഫൈഡ് DNA സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത DNA നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ലാബിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടികൾ മിക്കവാറും ചെയ്യാറുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത്. എക്സ്ട്രാക്ഷൻ ഓഫ് DNA ഫ്രം ഒനിയൻ. ഒനിയനിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ടൊമാറ്റോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം, ബനാനയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ഇതുപോലെ ഫൈൻ ത്രെഡായിട്ട് വൈറ്റ് ത്രെഡ്സ് ആയിട്ട് നമുക്ക് DNA കാണാനായിട്ട് പറ്റും. ഓക്കെ, DNA ദാറ്റ് സെപ്പറേറ്റ്സ് ഔട്ട് ക്യാൻ ബി റിമൂവ് ബൈ സ്പൂളിംഗ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത DNA ആ DNA നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ യൂസ് ചെയ്ത മീഡിയത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബൈ സ്പൂളിംഗ്. ആ ഒരു മെത്തേഡാണ് സ്പൂളിംഗ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഏത് പാരഗ്രാഫാണത്? ഏത് സ്റ്റെപ്പിന്റെ പാരഗ്രാഫാണത്? ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന DNA നമ്മൾ എങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കും? ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, കട്ടിംഗ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. എന്തിനാണ് കട്ട് ചെയ്യുന്നത്? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന ആ പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മോളിക്കുലർ സിസേഴ്സ് ആണ്. ആരാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻസ് ആർ പെർഫോംഡ് ബൈ ഇൻക്യുബേറ്റിംഗ് പ്യൂരിഫൈഡ് DNA മോളിക്യൂൾസ് വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം. ഈ സെപ്പറേറ്റ് ചെയ്തെടുത്ത DNA മോളിക്യൂളിനെ നമ്മൾ എന്തുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യണം? റെസ്ട്രിക്ഷൻ എൻസൈംസുമായിട്ട്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യണം. അപ്പോൾ അവരവരുടെ പണി ചെയ്തോളും. ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഒക്കെ അവർക്ക് ആ എൻസൈമിനെ ആക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്തോളും. ബൈ ഇൻക്യുബേറ്റിംഗ് ദ പ്യൂരിഫൈഡ് DNA മോളിക്യൂൾസ് വിത്ത് ദ റെസ്ട്രിക്ഷൻ എൻസൈം അറ്റ് ദ ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ ദാറ്റ് സ്പെസിഫിക് എൻസൈം. അതിനുശേഷം എന്താ ചെയ്യുന്നത്? DNA ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഈ ഫ്രാഗ്മെന്റ്സിനെ നമുക്കിനി സെപ്പറേറ്റ് ചെയ്തെടുക്കണം അല്ലേ? അതിനുള്ള ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. agarose gel electrophoresis, which is employed to check the progression of the restriction enzyme digestion. Since the DNA is negatively charged, നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് അല്ലേ ജെൽ ഇലക്ട്രോഫോറസിസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. DNAക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് DNA ജെൽ ഇലക്ട്രോഫോറസിസിന്റെ പോസിറ്റീവ് റീജിയനിലോട്ട്, ആനോഡ് റീജിയനിലോട്ട് മൂവ് ചെയ്യും. Hence it move towards a positive electrode anode region. And the process is repeated with vector DNA also. Vector DNA കേസിൽ നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യണം. വെക്ടർ DNA, ഇപ്പം പ്ലാസ്മിഡ് ആണ് എടുക്കുന്നതെങ്കിൽ പ്ലാസ്മിഡിനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഡൈജഷൻ നടക്കുന്നുണ്ട്. സോ വെക്ടർ DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യണം. നമ്മൾ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണോ ഫോറിൻ DNA കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ സെയിം എൻസൈം വെച്ചിട്ട് തന്നെ നമ്മൾ വെക്ടർ DNA കട്ട് ചെയ്യണം അല്ലെ. ഇത് നമ്മൾ പഠിച്ചതാണ്. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം, ഇപ്പം നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസസ് ഒക്കെ പറഞ്ഞപ്പോൾ കണ്ടതാണ്. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം, ഈക്കോ ആർവന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഫോറിൻ DNA വെക്ടർ DNA കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? വെക്ടറിലേക്ക് നമ്മുടെ ഡിസൈഡ് ജീൻ ഇരിക്കുന്ന, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫ്രാഗ്മെന്റ് മാത്രം മുട്ടിച്ചു കൊടുക്കണം, ലിഗേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു എൻസൈം ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് ലൈഗേസ്. ആഫ്റ്റർ ഹാവിംഗ് കട്ട് ദ സോഴ്സ് DNA എന്ന് പറയുന്നത് ഫോറിൻ DNA ആണ്, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള DNA. സോഴ്സ് DNA ആസ് വെൽ ആസ് ദ വെക്ടർ DNA വിത്ത് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈം. ദ കട്ട് ഔട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ കട്ട് ചെയ്തെടുത്ത സെഗ്മെന്റ് ഫ്രം ദ സോഴ്സ് DNA അല്ലെ, സോഴ്സ് DNAയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത സെഗ്മെന്റ് ആൻഡ് കട്ട് വെക്ടറിൽ നമ്മൾ കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ആ വെക്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഒരു എൻസൈമിനെ ആഡ് ചെയ്യുന്നു, ലൈഗേസ് എൻസൈമിനെ ആഡ് ചെയ്യുന്നു.
അപ്പോൾ എൻസൈമിന്റെ പണി ചെയ്യും. എന്ത് പണിയാണുള്ളത്? അത് മൊളിക്കുലർ ഗ്ലൂസ് ആണ് അല്ലേ, അവർ ഒട്ടിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സെഗ്മെന്റിനെ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു സെഗ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? വെക്ടർ DNA അങ്ങനെ ഒട്ടിക്കും. മനസ്സിലായോ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എൻസൈം. ദിസ് റിസൾട്ട്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റീകോംബിനന്റ് DNA. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ റീകോംബിനന്റ് DNA ഫോം ചെയ്തു. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഇതെന്താണ് ഇതിന്റെ ഇടയ്ക്ക് കൊടുത്തേക്കുന്നത്? എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് കൊടുത്തേക്കുന്നത്? നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ജീൻ സെഗ്മെന്റ് ഇല്ലേ, അത് നമ്മുടെ എക്സ്പെരിമെന്റിന് മതിയാകുന്നില്ലെങ്കിൽ നമുക്കത് കൂടുതൽ വേണം. അത്രയും കോപ്പീസ് നമുക്ക് പോരാ, അതിൽ കൂടുതൽ വേണം. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഈ ജീൻ ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ജീൻ സെഗ്മെന്റ് നമ്മുടെ എക്സ്പെരിമെന്റിന് മതിയാകുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് PCR or polymerase chain reaction to amplify our gene of interest. ഫസ്റ്റ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് PCR നോക്കാം. PCR സ്റ്റാൻഡ് ഫോർ polymerase chain reaction. In this reaction, multiple copies of the gene of interest is synthesized. ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് വേണ്ട ജീൻ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് അതൊരു വെക്ടറിലോട്ട് ആവശ്യാനുസരണം ലിഗേറ്റ് ചെയ്തിട്ട് ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കാം എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ശ്രദ്ധിച്ചേക്ക്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന പോർഷനാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഇതിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് ഡീനാച്ചുറേഷൻ, രണ്ടാമത്തേത് അന്നീലിംഗ്, മൂന്നാമത്തേത് എക്സ്റ്റൻഷൻ. ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഡീനാച്ചുറേഷൻ. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ആ ഒരു DNA നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു സെഗ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു പോർഷൻ ഉണ്ട്, DNA ഫ്രാഗ്മെന്റ് ഉണ്ട്. ഓക്കെ, അതിൽ 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഇറ്റ് ഇസ് ഡബിൾ സ്ട്രാൻഡഡ് DNA അല്ലേ. ഇനി ഇത്രയും പോർഷനാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടത്. മീൻസ് ഇവിടാണ് നമ്മുടെ ജീൻ ഇരിക്കുക എന്ന് വിചാരിക്കുക. ഇവിടാണ് നമ്മുടെ ജീൻ ഇരിക്കുന്നത്. ആൻഡ് ദിസ് റീജിയൻ ഷുഡ് ബി ആംപ്ലിഫൈഡ്. ഇതാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടേണ്ടത്. ദ റീജിയൻ ഷുഡ് ബി ആംപ്ലിഫൈഡ്. സോ ദിസ് ഈസ് എ സെഗ്മെന്റ്, ജീൻ അല്ലെങ്കിൽ സെഗ്മെന്റ് ടു ബി ആംപ്ലിഫൈഡ്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. നമ്മൾ എന്താ ചെയ്യുക? DNA റെപ്ലിക്കേഷൻ പഠിച്ചവർക്ക് അറിയാം. DNA 2 സ്ട്രാൻഡ്സ് ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? DNA-യിൽ നിന്ന് 2 ഡോട്ടർ DNA മോളിക്യൂൾസ് ഉണ്ടാകുന്ന പ്രോസസ്. സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ. പെട്ടെന്ന് ഓർത്തേ, 2 സ്ട്രാൻഡ്സ് അത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആയിട്ട് നിന്നുകൊണ്ട്, പാരന്റൽ സ്ട്രാൻഡ്സ് ആയിട്ട് നിന്നുകൊണ്ട് അതിലേക്ക് പുതിയ സ്ട്രാൻഡ്സ് ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ. അങ്ങനെ 2 ഡോട്ടർ DNA മോളിക്യൂൾസ് ഫോം ചെയ്തു. ദാറ്റ് ഈസ് DNA റെപ്ലിക്കേഷൻ ഓർ DNA ഡ്യൂപ്ലിക്കേഷൻ. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ പാരന്റൽ സ്ട്രാൻഡ്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ് DNA അല്ലേ. അതിന്റെ 2 സ്ട്രാൻഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് നമ്മളിവിടെ ഹീറ്റ് അപ്ലൈ ചെയ്യണം. ഹീറ്റിംഗ് DNA കേട്ടോ. ഹീറ്റിംഗ് DNA അറൌണ്ട് അറ്റ് 95 ഡിഗ്രി സെൽഷ്യസ്. ഒരു 95 ഡിഗ്രി സെൽഷ്യസ് കൊടുത്ത് നമ്മൾ DNA ഹീറ്റ് ചെയ്യുവാണേ. ഇവിടെ എഴുതാം. 95 ഡിഗ്രി സെൽഷ്യസ്. 95 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ 2 സ്ട്രാൻഡ്സ്, ഇതിനിടയ്ക്കുള്ള ഹൈഡ്രജൻ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഈ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആവും ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഈ ഒരു PCR-നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു. ഇത് കൊണ്ടുവന്ന സയന്റിസ്റ്റ്, ആദ്യം ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്ന സയന്റിസ്റ്റ് കാരി ബി മുള്ളിസ് എന്ന സയന്റിസ്റ്റ് ആണ്. കാരി ബി മുള്ളിസ് ഇൻ 1983. ഇങ്ങേർക്ക് അതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കാരി ബി മുള്ളിസ് കേട്ടോ. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. 95 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അന്നീലിംഗ്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ്. ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ടു അറൌണ്ട് 55 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമ്മളൊന്ന് ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുകയാണ്. ആൻഡ് പ്രൈമേഴ്സ് ആർ ആഡഡ്. ഓക്കെ, ഇപ്പൊ എന്താണ് പ്രൈമർ? DNA റെപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഷോർട്ട് ഒളിഗോന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ആണ്. ഷോർട്ട് ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസ്, അതിലേക്കാണ് DNTPs ആഡഡ് ആകുന്നത്. അങ്ങനെ പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടന്നിട്ട് പുതിയൊരു സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആകുന്നു അല്ലേ. സോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ DNA സിന്തസിസിന് വേണ്ടി, പുതിയ സ്ട്രാൻഡിന്റെ സിന്തസിസിന് വേണ്ടി ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വേണം. ദാറ്റ് ഈസ് ദ പ്രൈമർ.
മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം. സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഓൺ ദ ഫേസ്, മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ. സോ പ്രൈമേഴ്സ് ആർ ആഡഡ്. നമ്മളിവിടെ 2 പ്രൈമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഈ 2 പ്രൈമർ ഇവിടെ വന്ന് അനീലായേക്കുന്നത് 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിലാണ് DNA സിന്തസിസ് നടക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ ഇവിടെ സിന്തസിസ് ഇങ്ങോട്ട് നടക്കും, ഇവിടെ ഇങ്ങനെ നടക്കും അല്ലേ, പുതിയ സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആകുന്നത് 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിൽ. അപ്പോൾ 2 പ്രൈമേഴ്സ് ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിനോട്. ദാറ്റ് ഈസ് അനീലിംഗ്. ചേർത്ത് വെച്ചേക്കുവാണ് 2 പ്രൈമേഴ്സ്. ഓക്കെ. ആൻഡ് ഈ പ്രൈമറിന്റെ 3 പ്രൈം എൻഡിലോട്ടാണ്, 3' OHലോട്ടാണ് ആര് ആഡ് ചെയ്യുന്നത്, പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പുതിയൊരു സ്ട്രാൻഡ് ഇങ്ങനെ സിന്തസൈസ്ഡ് ആകും. ഇവിടുന്ന് ഇങ്ങനെ ലൈക്ക് ദിസ്. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ ഓഫ് വാട്ട്? എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമർ. പ്രൈമറിനെ നമുക്കിനി എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് കിട്ടണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുന്നത് പ്രൈമറിന്റെ 3 പ്രൈം എൻഡിലേക്ക് DNTPസിനെ ആഡ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ അനീലിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു, പ്രൈമറും ആഡ് ചെയ്തു. ഇനി പ്രൈമറിലോട്ട് എന്ത് ആഡഡ് ആകണം? DNTPs ആഡഡ് ആകണം, എങ്കിലേ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആകൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരു എൻസൈം വേണം. ദ മെയിൻ പോളിമറൈസിങ് എൻസൈം ഇൻ DNA റെപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് DNA പോളിമറൈസ്. നിങ്ങൾക്കറിയാലോ. ഓക്കെ. പക്ഷെ നമ്മളിവിടെ ഒറിജിനൽ DNA പോളിമറൈസിനെ ഉപയോഗിക്കത്തില്ല. ബിക്കോസ് ഒറിജിനൽ DNA പോളിമറൈസ് കനോട്ട് വിത്ത്സ്റ്റാൻഡ് ദ ഹൈ ടെമ്പറേച്ചർ. PCR നമ്മൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിൽ DNA പോളിമറൈസ് റെസിസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ് കനോട്ട് ടോളറേറ്റ് ദ ഹൈ ടെമ്പറേച്ചർ. അതിൻ്റെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഡിസ്ട്രക്റ്റഡ് ആയി പോകും ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ. സോ നമ്മൾ DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള എന്നാൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എൻസൈമിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. ആ DNA പോളിമറൈസ് എന്ന് പറയുന്നത് ടാഗ് പോളിമറൈസ് ആണ്. ടാഗ് പോളിമറൈസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണിത്. ടാഗ് പോളിമറൈസ് ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് എൻസൈം ആണ് അല്ലേ. ഇതിന് DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്തിൽ നിന്നാണ്? തെർമസ് അക്വാട്ടിക്കസിൽ നിന്നാണ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന ഹീറ്റ് സ്റ്റേബിൾ ഓർ ഹീറ്റ് റെസിസ്റ്റന്റ് ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ പഠിച്ചു, 11th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. സോ വി യൂസ് ടാഗ് പോളിമറൈസ് ആസ് ദ DNA പോളിമറൈസ് എൻസൈം ഇൻ ദിസ് PCR ഫോർ എക്സ്റ്റെൻഡിങ് ദ പ്രൈമർ. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് ടാഗ് പോളിമറൈസ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ഹൈ ടെമ്പറേച്ചർ. അത് പ്ലസ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ്. അത് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടന്നോളും. സോ എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമറിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് യൂസിങ് ദ എൻസൈം ടാഗ് പോളിമറേസ് വിച്ച് വിൽ ആഡ് ദ DNTPs ടു ദ 3' എൻഡ് ഓഫ് ദ പ്രൈമർ. അങ്ങനെ 2 പാരന്റൽ സ്ട്രാൻഡിനെയും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആയിട്ടുണ്ട് ലൈൻ 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ. അപ്പോൾ 2 കോപ്പീസ് ആയി. നമ്മുടെ വേണ്ട സെഗ്മെന്റിന്റെ 2 കോപ്പീസ് ആയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീൻ സെഗ്മെന്റ് ആംപ്ലിഫൈഡ് ആയല്ലേ, 2 കോപ്പീസ് നമുക്ക് കിട്ടി. ഇത് ഇനിയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എത്രമാത്രം കോപ്പീസ് നമുക്ക് വേണം അത്രയും കോപ്പീസ് കിട്ടുന്നതിന് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരു 30 സൈക്കിൾസ് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആംപ്ലിഫൈഡ് ടു 1 ബില്യൺ ടൈംസ്. 1 ബില്യൺ ടൈംസ് നമുക്ക് ഈ ജീൻ സെഗ്മെന്റ് ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും കോപ്പീസ്. ഓക്കെ. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? ഫസ്റ്റ് ഈസ് ഡീനാച്ചുറേഷൻ, സെക്കൻഡ് ഈസ് അനീലിംഗ്, തേർഡ് ഈസ് പ്രൈമർ എക്സ്റ്റൻഷൻ. ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫിൽ ഈ പാരഗ്രാഫിൽ പറയുന്ന PCR കുറിച്ച് തന്നെയാണ്. നമ്മളിവിടെ 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. 2 sets of primers like small chemically synthesized oligonucleotides that are complementary to the regions of DNA. പ്രൈമറിലെ നൈട്രോജനസ് സീക്വൻസസ് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനോട്, DNAയുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ നൈട്രോജനസ് സീക്വൻസിനോട് കോംപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ടാണ് അത് അതിനോട് ചേർന്നിരിക്കുന്നത്. അറിയാലോ, ഞാൻ പറഞ്ഞ തരേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ദ എൻസൈം DNA പോളിമറേസ്, നമ്മൾ DNA പോളിമറേസിനെ വെച്ച് തന്നെയാണ് പ്രൈമർ എക്സ്റ്റൻഷൻ നടത്തുന്നത്, പുതിയ സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന DNA പോളിമറേസ് ടാഗ് പോളിമറേസ് ആണെന്ന് മാത്രം അല്ലേ. അതിവിടെ കൊടുത്തിട്ടുണ്ടോ? ടാഗ് പോളിമറേസ്. Okay. The enzyme extends the primers using the nucleotides provided in the reaction and the genomic DNA as the template.
If the process of replication of DNA is repeated many times, the segment of DNA can be amplified to approximately billion times. That is 1 billion copies are made. അത്രയും copies നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ? Such repeated amplification is achieved by the use of thermostable DNA polymerase. Underline the point. നമ്മൾ ഉപയോഗിക്കുന്നത് thermostable DNA polymerase ആണ്. Means heat resistant DNA polymerase ആണ് അല്ലേ? Which is isolated from a bacterium Thermus aquaticus. ഞാൻ പറഞ്ഞു. ആ DNA polymerase പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ടാക് polymerase, which remained active during the high temperature induced denaturation of double stranded DNA. The amplified fragment, if desired, can now be used to ligate with a vector for further cloning. നമുക്ക് ഈ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റിനെ ഇനി വെക്ടറിലോട്ട് ലിഗേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കാം. PCR ചുരുക്കത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? DNA സെഗ്മെന്റിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കിൽ PCR ഉപയോഗിക്കാം. അതുപോലെ ഫോറൻസിക് അനാലിസിസിൽ DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ PCR മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജീൻ സെഗ്മെന്റ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും നമുക്ക് PCR ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ കുറേ PCR കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ജീൻ സെഗ്മെന്റ് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പല സ്റ്റഡീസിനും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഐസൊലേഷൻ ഓഫ് ദ DNA, cut the DNA into fragments and separate the DNA fragments by jelly electrophoresis. Fourth step, ligate the DNA fragment with the vector DNA. അങ്ങനെ 4 സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ റീകോംബിനന്റ് DNA നമ്മൾ ഇനി ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യണം അല്ലേ? Insertion of recombinant DNA into the host cell or organism. There are several methods of introducing the ligated DNA into recipient cells. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടതാണ്. What are the methods of inserting the foreign DNA into the host cell? Recipient cells, after making them competent, നമ്മൾ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കണം. എന്നിട്ടാണ് അത് എന്ത് ചെയ്യുക? recombinant DNA എടുക്കുക അല്ലെ? അല്ലെങ്കിൽ എടുക്കത്തില്ല. അത്രേ ഉള്ളൂ കാര്യം. Okay. So, if a recombinant DNA bearing the gene for resistance to an antibiotic, example ampicillin, is transferred into E. coli cells, the host cells become transformed into ampicillin resistant cells. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? recombinant DNA-ൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ടെങ്കിൽ, ആ റീകോംബിനന്റ് DNA-നെ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഹോസ്റ്റ് സെൽ സച്ച് ആസ് ഇക്കോലൈ സെല്ലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെന്ന് വിചാരിക്കുക. ഹോസ്റ്റ് സെല്ലിന് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇല്ല. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ, റീകോംബിനന്റ് DNA ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ, ഹോസ്റ്റ് സെൽസ് ആർ ട്രാൻസ്ഫോംഡ് വിത്ത് our DNA ആൻഡ് ദേ വിൽ ഗെറ്റ് ദാറ്റ് പ്രോപ്പർട്ടി അല്ലേ? എന്ത് പ്രോപ്പർട്ടി കിട്ടുന്നത്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കിട്ടും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ എന്തെന്ന് വിളിക്കുക? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഒരു ഫോറിൻ DNA, അൺനോൺ DNA എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി അത് കാണിച്ചു. ആ DNA-യുടെ പ്രോപ്പർട്ടി അത് കാണിച്ചു. അതാണ്. If we spread the transformed cells on agar plates containing ampicillin, only transformants will grow. Untransformed recipient cells will die. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് വിത്ത് പിക്ചർ. ഇവിടെ എന്താ ചെയ്യുക? ട്രാൻസ്ഫോംഡ് സെൽസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫോംഡ് സെൽസും നോൺ ട്രാൻസ്ഫോംഡ് സെൽസ് ഒക്കെ പറഞ്ഞല്ലേ? അപ്പോൾ ട്രാൻസ്ഫോംഡ് സെൽസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വലി സെൽസിനെ, ഹോസ്റ്റ് സെൽസിനെ എന്ത് ചെയ്യും? ഒരു അഗാർ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്യും. ദാറ്റ് കണ്ടെയ്നിങ് എ മീഡിയം അംപിസിലിൻ മീഡിയത്തിലോട്ട് നമ്മൾ ഈക്വലി സെൽസിനെ മാറ്റുവാണ്. മാറ്റി കഴിയുമ്പോൾ ഓൺലി ദ ട്രാൻസ്ഫോമൻസ് വിൽ ഗ്രോ. ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉള്ള സെൽസ്, അവർ മാത്രമേ ഈ ആംപിസിലിൻ മീഡിയത്തിൽ വളരത്തുള്ളൂ അല്ലേ? മറ്റൊരു നോൺ ട്രാൻസ്ഫോംഡ് സെൽസ് ആണെങ്കിലോ, പ്രോപ്പറായിട്ട് DNA വന്നിട്ടില്ലാത്ത സെൽസ് ആണെങ്കിലോ, ദേ വിൽ നോട്ട് ഗ്രോ ഇൻ ദിസ് മീഡിയ അല്ലേ? അവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല, ഈ ആംപിസിലിൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇല്ല. സോ ദേ വിൽ ഡൈ. മനസ്സിലായോ? Since due to ampicillin resistance gene, one is able to select a transformed cells in the presence of ampicillin. ഈ ampicillin resistance gene വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽസിനെയും നോൺ ട്രാൻസ്ഫോംഡ് സെൽസിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ട്രാൻസ്ഫോംഡ് സെൽസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ റീകോംബിനന്റ് സെൽസിനെയും നോൺ റീകോംബിനന്റ് സെൽസിനെയും സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു കേസിൽ ഈ ആംപിസിലിൻ എന്ന് പറയുന്നത് മാർക്കർ ജീൻ ആണല്ലേ? ഇറ്റ് ഇസ് എ സെലക്ടബിൾ മാർക്കർ. ആംപിസിലിൻ ഇസ് എ സെലക്ടബിൾ മാർക്കർ. മാർക്കർ ജീൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. 2 മാർക്കർ ജീൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനും പിന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും. ഒന്ന് ട്രാൻസ്ഫോംഡ് സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്തത് റീകോംബിനന്റ് സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതൊക്കെ ഓർക്കണേ. യെസ്. സോ വി ഇൻസേർട്ടഡ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, വി ട്രാൻസ്ഫേർഡ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ യൂസിങ് എ വെക്ടർ. ഇനി എന്ത് ചെയ്യണം? ഹോസ്റ്റ് സെല്ലിൽ നമ്മുടെ ജീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം അല്ലേ? അതിന്റെ ക്ലോണിങ് നടക്കണം.
ലാസ്റ്റ് 2 സ്റ്റെപ്സും കൂടെ ഉള്ളൂ. സോ ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്, എങ്ങനെയാണ് നമ്മുടെ ജീൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക നോക്കാം. When you insert a piece of alien DNA into cloning vector and transfer it into a bacterial, plant or animal cell, the alien DNA gets multiplied. അറിയാലോ, നമ്മുടെ ഏലിയൻ DNA അതിനകത്ത് മൾട്ടിപ്ലൈഡ് ആയിക്കോളും. In almost all recombinant technologies, the ultimate aim is to produce a protein. ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നാണ് മിക്കവാറും ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മെയിൻ എയിം എന്ന് പറയുന്നത്. ഹെൻസ് ദർ ഇസ് എ നീഡ് ഫോർ ദ റീകോമ്പിനന്റ് DNA ടു ബി എക്സ്പ്രസ്ഡ്. ഈ റീകോമ്പിനന്റ് DNA ആ ഹോസ്റ്റ് സെല്ലിൽ എക്സ്പ്രസ് ചെയ്യണം അല്ലേ. എക്സ്പ്രസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടക്കണം അല്ലേ. ദ ഫോറിൻ ജീൻ ഗെറ്റ്സ് എക്സ്പ്രസ്ഡ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ്. Okay, the expression of foreign genes in host cells involve understanding many technical details. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, നമ്മൾ ഇൻസേർട്ട് ചെയ്ത ജീൻ, ഫോറിൻ ജീൻ്റെ എക്സ്പ്രഷൻ നടക്കണം ഹോസ്റ്റ് സെല്ലിൽ, എങ്കിൽ മാത്രമേ പെർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ്ഡ് ആകത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് എക്സ്ട്രാക്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. After having cloned the gene of interest and having optimized the conditions to induce the expression of the target protein, നമ്മൾ ഈ ടാർഗറ്റ് പ്രോട്ടീൻ, നമുക്ക് വേണ്ട പ്രോട്ടീൻ ആ ഹോസ്റ്റ് സെല്ലിൽ എക്സ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒപ്റ്റിമം കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ബാക്ടീരിയയ്ക്ക് കൊടുക്കണം, ഹോസ്റ്റ് സെല്ലിന് കൊടുക്കണം അല്ലേ. ബാക്ടീരിയന് വളരണം അല്ലേ, ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടിയുള്ള മീഡിയൊക്കെ നമ്മൾ കൊടുക്കണം. പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൺ ഹാസ് ടു കൺസിഡർ പ്രൊഡ്യൂസിങ് ഇറ്റ്. നമുക്ക് ആ ബാക്ടീരിയ സെല്ലിനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. ക്യാൻ യു തിങ്ക് ഓഫ് എനി റീസൺ വൈ ദർ ഇസ് എ നീഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ? എന്തിനാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണ്ടത്? ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നമുക്ക് വേണം അല്ലേ. അതുകൊണ്ടാണ് ഈ ബാക്ടീരിയയുടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ, എനി പ്രോട്ടീൻ എൻകോഡിംഗ് ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രോലോഗസ് ഹോസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് എ റീകോമ്പിനന്റ് പ്രോട്ടീൻ. ഒന്നുമില്ല, പേടിക്കേണ്ട. എന്താണ് ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഹോസ്റ്റിൽ ഒരു ജീൻ എക്സ്പ്രസ്ഡ് ആകുകയാണ് കേട്ടോ, ഒരു പ്രോട്ടീൻ എക്സ്പ്രസ്ഡ് ആണെന്ന് വിചാരിക്കുക. അത് അതിൻ്റെ പ്രോട്ടീൻ അല്ല, അത് വേറൊരിടത്തുനിന്ന് വന്ന പ്രോട്ടീനാണ്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത ജീൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റ് ദാറ്റ് എക്സ്പ്രസ് എ പ്രോട്ടീൻ, ഹോസ്റ്റ് എക്സ്പ്രസ് ദ പ്രോട്ടീൻ ഓഫ് ഫോറിൻ ജീൻ അല്ലേ, ഫോറിൻ ജീൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റേതല്ലാത്ത പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഹോസ്റ്റിനെയാണ് നമ്മൾ ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻ നമ്മൾ എന്തെന്ന് വിളിക്കും? റീകോമ്പിനന്റ് പ്രോട്ടീൻ, ബിക്കോസ് നമ്മൾ റീകോമ്പിനന്റ് DNA ഇൻസേർട്ട് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്ത പ്രോട്ടീൻ ആണല്ലോ. ദ സെൽസ് ഹാർബറിംഗ് ക്ലോൺഡ് ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് മേ ബി ഗ്രോൺ ഓൺ എ സ്മോൾ സ്കെയിൽ ഇൻ ദ ലബോറട്ടറി. ഈ ക്ലോൺഡ് ജീൻസ് ഉള്ള സെൽസ്, ഹോസ്റ്റ് സെൽസ് നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും, അവരുടെ കൾച്ചർ നമുക്ക് നടത്താനായിട്ട് പറ്റും ഹോസ്റ്റ് സെൽസിന്റെ. പക്ഷെ അതൊരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒന്നും വരില്ല അല്ലേ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെ നടത്താം എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ വരുന്നത് കേട്ടോ. അതായത് ഹോസ്റ്റ് സെൽസിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. The cultures may be used for extracting the desired protein and then purifying it by using the different separation techniques. Okay. The cells can also be multiplied in a continuous culture system wherein the used medium is drained out from one side while fresh medium is added from the other to maintain the cells in their physiologically most active log or exponential phase. അതായത് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് സെൽസിനെ, ഹോസ്റ്റ് സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സെൽസ് നമുക്ക് എടുക്കുകയും ചെയ്യണം ടു എക്സ്ട്രാക്ട് ദ പ്രോഡക്റ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം. ഒരു കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് ഒരു സൈഡിൽ നമ്മൾ മീഡിയം ആഡ് ചെയ്യുന്നു, ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള മീഡിയം. അതുപോലെ ഫസ്റ്റ് നമ്മളൊരു ഇനോക്കുലം കൊടുക്കുന്നുണ്ട്. ഇനോക്കുലം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ബാക്ടീരിയ സെൽസിൻ്റെ സ്റ്റാർട്ടിങ് സെൽസ് ഇല്ലേ, അതും കൊടുക്കുന്നുണ്ട്. പിന്നെ മീഡിയവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമുള്ള മീഡിയം കൊടുക്കുന്നു ഫ്രം വൺ സൈഡ്, വൈൽ ഫ്രഷ് മീഡിയം ഈസ് ആഡഡ്. ഒരു സൈഡിൽ നമ്മൾ ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള മീഡിയം കൊടുക്കുന്നു, അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ആ മീഡിയത്തിനെ കുറച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീഡിയത്തിൽ എന്തുണ്ട്? ഈ ഡിവൈഡ് ചെയ്ത മൾട്ടിപ്ലൈ ചെയ്ത ബാക്ടീരിയൽ സെൽസ് ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ റെപ്ലിക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്ലോൺഡ് ആയിട്ടുള്ള ജീൻസും ഉണ്ട് അല്ലേ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ബാക്ടീരിയൽ സെൽസിനെ ഈ മീഡിയത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മീഡിയം കൊടുത്തുകൊണ്ടിരിക്കുക, അടുത്ത സൈഡിൽ
മീഡിയം എടുത്തുകൊണ്ടിരിക്കുക, അതിൽ ബാക്ടീരിയൽ സെൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ദിസ് വിൽ മെയിൻറ്റെയിൻ ദ സെൽസ് ഇൻ ദെയർ ഫിസിയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ഫേസ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മീഡിയത്തിൽ കിടക്കുന്ന സെൽസ് അവിടെ ആ എക്സ്പോണൻഷ്യൽ ഫേസിൽ, ആക്റ്റീവ് ഫേസിൽ കിടന്നുള്ളൂ, ഡിവൈഡ് ചെയ്യുന്ന ഫേസിൽ തന്നെ കിടന്നുള്ളൂ. അതിനൊരു ഡിസ്റ്റർബൻസും പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മീഡിയം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മീഡിയം നമ്മൾ ആവശ്യാനുസരണം എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ബാക്ടീരിയ അതിനകത്ത് സ്മൂത്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരുന്നുള്ളൂ. അവരുടെ എക്സ്പോണൻഷ്യൽ ഫേസ് നിങ്ങൾക്കറിയാം അല്ലേ, ബാക്ടീരിയ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പോണൻഷ്യൽ ഫേസ് ആണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അവർ കാണിക്കുന്നത്. സോ അവരെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരുന്നോളും. ദിസ് ടൈപ്പ് ഓഫ് കൾച്ചറിംഗ് മെത്തേഡ് പ്രൊഡ്യൂസസ് എ ലാർജ് ബയോമാസ് ലീഡിംഗ് ടു ഹയർ ഈൽഡ്സ് ഓഫ് ഡിസൈഡ് പ്രോട്ടീൻ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ടീരിയയുടെ ഹോസ്റ്റ് സെൽസിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താം. ആൻഡ് അതുവഴി നമുക്ക് വേണ്ട പ്രോട്ടീനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആ ഒരു ടെക്നിക്കാണ് പറയുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബാക്ടീരിയ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഹോസ്റ്റ് സെൽസ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അതിനാണ് നമ്മൾ ഇവിടെ ബയോ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ബയോറിയാക്ടേഴ്സ്. സ്മോൾ വോളിയം കൾച്ചേഴ്സ് cannot yield appreciable quantities of products. ഞാൻ ഓൾറെഡി പറഞ്ഞു. To produce in larger quantities, the development of bioreactors where large volumes 100 to 1000 liters of culture can be processed. ബയോറിയാക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ടീരിയ സെൽസിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താം. Thus, bioreactors can be thought of as vessels in which raw materials are biologically converted into specific products or individual enzymes, etc. ബയോറിയാക്ടേഴ്സിൽ എന്താ നടക്കുന്നത്? റോ മെറ്റീരിയൽസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റ് സെൽ അല്ലേ, ഹോസ്റ്റ് സെൽസിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് കിട്ടുന്നു. യൂസിങ് മൈക്രോബിയൽ പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. മൈക്രോബിയൽ സെൽസിനെയോ പ്ലാന്റ് സെൽസിനെയോ ആനിമൽ സെൽസിനെയോ ഒക്കെ നമുക്കിവിടെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാം. ജീൻ ക്ലോണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ബയോറിയാക്ടറിൽ ശരിക്കും എന്താ നടക്കുക? നമ്മുടെ ഹോസ്റ്റ് സെൽസിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് നടക്കുക അല്ലെ, ഹോസ്റ്റ് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ അതിനകത്ത് നമ്മൾ ന്യൂട്രിയന്റ് മീഡിയം കൊടുക്കണം അല്ലേ. മീൻസ് വി ഹാവ് ടു ഗീവ് ഒപ്റ്റിമൽ കണ്ടീഷൻസ്. ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ് കൊടുക്കണം. ലൈക്ക് ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ്, സോൾട്സ്, വിറ്റമിൻസ്, ഓക്സിജൻ, ഇതൊക്കെ നമ്മൾ ആ ബയോറിയാക്ടറിനകത്തേക്ക് കൊടുക്കണം ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ട്, ഹോസ്റ്റ് സെൽസിന് വേണ്ടിയിട്ട്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോറിയാക്ടേഴ്സ് ആർ ഓഫ് stirring type, which are shown in figure 11.7. Simple stir tank bioreactor and sparged stir tank bioreactor. അപ്പോൾ ഫസ്റ്റ് വണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ഇത് കേട്ടോ, ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഒന്നിലൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ നമ്മൾ എയർ സ്പാർ ചെയ്ത് കൊടുക്കുകയാണ്, എയർ ബബിൾസ് സ്പാർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ബയോറിയാക്ടറിൽ ഇതിനകത്താണ് നമ്മൾ കൾച്ചർ മീഡിയം എടുക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു സംഗതിക്കകത്ത് നമ്മൾ കൾച്ചർ മീഡിയം എടുക്കുന്നു. ഈ യെല്ലോ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലാണ് എന്തുള്ളത്? നമ്മുടെ ഡിവൈഡിങ് ബാക്ടീരിയൽ സെൽസ് ഉള്ളത്. ഇനി ഈ മീഡിയത്തിൽ ഈ ഒരു എൻ്റെ സെറ്റപ്പ് നിങ്ങൾ കണ്ടോ, ഈ ഒരു സെൻട്രൽ ഷാഫ്റ്റ് അതൊരു മോട്ടറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതിനോട് ചേർന്ന് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറങ്ങുമ്പോൾ എന്താ പറ്റുക? ഇതിനകത്തുള്ള മീഡിയം നല്ല രീതിയിൽ മിക്സ്ഡ് ആകും. പ്രോപ്പർ എയറേഷൻ അതിനകത്ത് കിട്ടും അല്ലേ. എയറേഷൻ മീഡിയം നന്നായിട്ട് മിക്സ്ഡ് ആകും. മീൻസ് അതിനകത്ത് വളരുന്ന ബാക്ടീരിയയ്ക്ക് അത് ആവശ്യമാണ് അല്ലേ, എയറേഷൻ ആവശ്യമാണ്. അതുപോലെ പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസിനകത്തേക്ക് എടുക്കാനായിട്ടും പറ്റും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. സോ ദിസ് ഇസ് കൾച്ചർ ബ്രോത്ത്. ഇവിടെ നമ്മൾ കൾച്ചർ ബ്രോത്ത് ഇട്ട് കൊടുത്തു. കൾച്ചർ ബ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ടീരിയ സെൽസ് വിത്ത് മീഡിയം. പിന്നെ ഈ ഇമ്പല്ലർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ എന്ന് കാണാം. അപ്പം ഈ ഒരു എൻഡർ സെറ്റപ്പിൽ മറ്റു ഓർഗാനിസംസിന്റെ കണ്ടാമിനേഷൻ ഉണ്ടാകരുത്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റീം കൊടുക്കുന്നു. സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ. പിന്നെ ആസിഡ് ഓർ ബേസ് ഫോർ pH കൺട്രോൾ. ആസിഡ് ബേസ് ഫോർ pH കൺട്രോൾ. ഒരു pH കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? Yes, a stirred tank bioreactor is usually cylindrical or with a curved base to facilitate the mixing of the reactor contents. The stirrer facilitates even mixing and oxygen availability throughout the bioreactor. ഈ ഒരു കറങ്ങുന്ന സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മോട്ടർ അല്ലെങ്കിൽ ഷാഫ്റ്റ്, പിന്നെ അതിനെ ചുറ്റിയുള്ള ബ്ലേഡ്, അപ്പം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രോപ്പർ എയറേഷൻ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ
ന്യൂട്രിയൻ മീഡിയം പ്രോപ്പറായിട്ട് മിക്സ് ആകാനും അതുപോലെ ന്യൂട്രിയൻസിനെ പ്രോപ്പറായിട്ട് ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് എടുക്കാനും ഒക്കെ പറ്റും. ഓൾട്ടർനേറ്റീവ്ലി എയർ ക്യാൻ ബി ബബിൾഡ് ത്രൂ ദ റിയാക്ടർ. എയർ നമുക്ക് റിയാക്ടറിലോട്ട് ബബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ ക്ലോസ്ലി യു വിൽ സീ ദാറ്റ് ദ ബയോറിയാക്ടർ ഹാസ് ആൻ അജിറ്റേറ്റർ സിസ്റ്റം, ആൻ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ആൻഡ് എ ഫോം കൺട്രോൾ സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അണ്ടർലൈൻ ചെയ്യട്ടെ. ബയോറിയാക്ടറിൽ എന്തൊക്കെയുണ്ട്? അജിറ്റേറ്റർ സിസ്റ്റം മീൻസ് മിക്സിംഗ് സിസ്റ്റം, മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ട്, മിക്സിംഗ് നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം കണ്ടോ, സ്റ്റെറൈൽ എയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. പിന്നെ ഫോം കൺട്രോൾ സിസ്റ്റം, അത് ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പം മീൻസ് ഈ കൾച്ചർ ഗ്രോത്ത് ഇല്ലേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പം നമുക്കറിയാം ഏതൊരു സാധനം കുറേ നേരമായിട്ട് നമ്മൾ കലക്കി കഴിയുമ്പോൾ മുകളിൽ പത വരും അല്ലേ. അപ്പോൾ ആ പത ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ബ്രേക്കർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, pH control system ഉണ്ട്, and sampling ports so that small volumes of the culture can be withdrawn periodically. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഈ കൾച്ചർ കുറച്ചായിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫോർ എക്സ്ട്രാക്ടിങ് ദ പ്രോഡക്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം. ഒരു സൈഡിൽ നമ്മൾ കൾച്ചർ ഇട്ട് കൊടുക്കുക, മീഡിയം ഇട്ട് കൊടുക്കുക, അടുത്ത സൈഡിൽ നമ്മൾ മീഡിയം കുറച്ച് കൾച്ചർ മീഡിയം കുറച്ച് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക ഫോർ എക്സ്ട്രാക്ടിങ് ദ പ്രോഡക്റ്റ് അല്ലേ. അതാണ് ബയോറിയാക്ടറിൽ നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത് സ്പാർച്ച്ഡ് സ്റ്റാൻഡേർഡ് ടാങ്ക് ബയോറിയാക്ടർ ത്രൂ വിച്ച് സ്റ്റെറൈൽ എയർ ബബിൾസ് ആർ സ്പാർച്ച്ഡ്. ഇതിനെക്കുറിച്ച് മാത്രമേ കൂടുതൽ എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ കൊടുത്തുള്ളൂ. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിലും ഇത് പറഞ്ഞ പോലെ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ മിക്സ്ഡ് ആവും, കൾച്ചർ ബ്രോത്ത് മിക്സ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എയർ ബബിൾസ് സ്പാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6th സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്താണ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്റ്റ് സെൽസ്. അതിനാണ് നമ്മൾ ബയോ റിയാക്ടേഴ്സ് ഉപയോഗിക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. 7th സ്റ്റെപ്പ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഒന്നുമില്ല, നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ഒക്കെയാണ് കേട്ടോ. After completion of the biosynthetic stage, the product has to be subjected through a series of processes before it is ready for marketing as a finished product. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇല്ലേ, അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അത് മീൻസ് ഒരു കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. ദ പ്രോസസ് ഇൻക്ലൂഡ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക, അതിനെ പ്യൂരിഫൈ ചെയ്യുക, വിച്ച് ആർ കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അപ്പോൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് പ്യൂരിഫിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റിനെ റെഡി ആക്കുന്നത് നോക്കാം. പ്രോഡക്റ്റിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി ഫോമുലേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. പ്രോഡക്റ്റിലേക്ക് കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യണം നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് ഫോമുലേഷൻ ഹാസ് ടു അണ്ടർഗോ ത്രൂ ക്ലിനിക്കൽ ട്രയൽസ് ആസ് ഇൻ ദ കേസ് ഓഫ് ഡ്രഗ്സ്. ഇപ്പം നമ്മൾ ഡ്രഗ്സ് ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ, ഡ്രഗ്സ് ആണ് നമ്മുടെ മെയിൻ എയിം എങ്കിൽ അത് ക്ലിനിക്കൽ ട്രയൽസിലേക്ക് പോകണം അല്ലേ. ഇപ്പം നമുക്ക് പ്രോഡക്റ്റ് കിട്ടി, വി സെപ്പറേറ്റഡ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്യൂരിഫൈഡ് ഇറ്റ്, ലൈക്ക് നമ്മൾ അതിനകത്തേക്ക് വേണ്ട പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തു, എന്നിട്ട് അത് ക്ലിനിക്കൽ ട്രയൽസിൽ പോയി. പിന്നെ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലേ. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഓൾസോ റിക്വയർഡ്. ദ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് വേരി ഫ്രം പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോർഷൻ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. മീൻസ് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ബൈ ബൈ.